അമ്മയുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? തന്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. നമ്മുടെ ഹീറോയിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ്. ഭർത്താവിന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ മൊത്തത്തിൽ അയാളെ കൊല്ലുകയും ഇവള് ജയിലിലാവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഇവളൊരു മകന് ജന്മം നൽകുകയാണ്. പക്ഷെ നിയമം അനുസരിച്ച് 1.5 വയസ്സാകുമ്പോൾ മറ്റൊരാൾക്ക് കൈമാറണം. ആ നിമിഷം മുതൽ ഇവളുടെ രോഗം തകരുകയാണ്. ആ കുഞ്ഞിനെ പിരിയുന്നതിന് മുമ്പ് അവൾക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മകന് മുമ്പിൽ ഒരു പാട്ട് പാടണം. അതിനായിട്ട് അവൾ ജയിലിലെ മറ്റ് തടവുകാരികളെ കൂട്ടിയിട്ട് ഒരു ക്വയർ അഥവാ പാട്ട് സംഘം ഉണ്ടാക്കുന്നു. കൊലപാതകികളും തടവുകാരും ഒക്കെ ആയ ആ സ്ത്രീകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലക്ഷ്യത്തിനായിട്ട് ഒന്നിക്കാണ്. ജയിൽ അധികൃതരുടെ തടസ്സങ്ങളും പരിശീലനങ്ങളും എല്ലാം മറികടന്നുള്ള വേദനകളെയൊക്കെ അവളൊരു പാട്ടാക്കി മാറ്റുന്നു. അവരാ പാട്ട് പാടുമ്പോൾ ജയിലിന്റെ ഭിത്തികൾ പോലും അരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം വന്നെത്താണ്. ജയിലിലെ ആ പാട്ട് സംഘം തങ്ങളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ മുമ്പിൽ സ്റ്റേജിൽ പാടാനായിട്ട് തയ്യാറെടുക്കുന്നു. നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ മകനെ നോക്കുകയാണ്. അവൾക്ക് മുമ്പിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം, അവൻ എന്നേക്കുമായിട്ട് വിട്ടു പിരിയേണ്ടി വരും. അങ്ങനെ അവൾ പാടാനായിട്ട് തുടങ്ങുകയാണ്. ആ പാട്ടിലെ ഓരോ വരികളും ഒരമ്മയുടെ വേദനയും മകനോട് പറയാൻ ബാക്കി വെച്ച സ്നേഹവും ഉണ്ട്. ഒരു പാട്ടിന്റെ മനോഹാരിതയിൽ ജയിൽ അധികൃതരും അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും ഒന്ന് കരഞ്ഞു പോവാണ്. ആ പാട്ട് തീർന്ന ഉടനെ തന്നെ നിയമത്തിന് മുമ്പിൽ തോറ്റ് അവൾക്ക് അവളുടെ മകനെ ദത്തെടുക്കാൻ വന്നവർക്ക് കൈമാറേണ്ടി വരുന്ന ഒരു നിമിഷമാണ്. അപ്പോഴും പൊട്ടിക്കരയാതെ ഒരു ചിരിയോടെ അവൾ മകനെ യാത്രയാക്കുകയാണ്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യണേ.